ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണുന്നത് ഷാർജയിലെ ഒരു സ്റ്റീം വാഷിംഗ് ഉള്ള ഒരു കാർ വാഷ് സെൻ്ററാണ്. ഇവിടെയാണ് നമ്മുടെ കാർ കൊണ്ടുവന്നത് സ്റ്റീം വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സ്റ്റീം വാഷ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻജിൻ ഓയിലിൻ്റെ ലീക്ക്, സ്പില്ല് അതൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീം വാഷ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പാസിങ്ങിന് പോകുന്നതൊക്കെ മുമ്പ് സ്റ്റീം വാഷ് ചെയ്യണമെന്ന് എല്ലാവരും റെക്കമെൻഡ് ചെയ്യും. പ്രത്യേകിച്ച് എൻജിൻ ഓയിൽ ലീക്കുള്ള വണ്ടികൾക്ക് സ്റ്റീം വാഷ് ചെയ്തിട്ട് വേണം പോകാൻ. അതല്ലെങ്കിൽ പിന്നെ ആ ഒരു കാരണം പറഞ്ഞ് അവർ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വണ്ടി ക്യൂവിൽ കിടക്കുന്നുണ്ട്. ആ ഒരു വെള്ള പിക്കപ്പ് എടുത്ത് മാറ്റിയപ്പോൾ നമ്മുടെ വണ്ടി ആ ഹൈഡ്രോളിക് ബേയിലേക്ക് ഇട്ടു. ഇവിടെ ഇങ്ങനത്തെ 4 ഹൈഡ്രോളിക് ബേ ഉണ്ട്. അപ്പോൾ അതിൽ പിക്കപ്പുകളും 310 പിക്കപ്പൊക്കെ അതിനകത്ത് കഴുകും, വാഷ് ചെയ്യും. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക് ബേയിൽ കൊണ്ട് വണ്ടി നിർത്തി അവരിനി ഹൈഡ്രോളിക് ബേ വെച്ചിട്ട് നമ്മുടെ വണ്ടീനെ പൊക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലൊക്കെ തിന്നർ അല്ലെങ്കിൽ ഒരു തരം കെമിക്കലുണ്ട്, അത് അടിച്ചിട്ട് വാഷ് ചെയ്യും. കുറച്ച് ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകണമെന്നാണ് പറയണത്, സ്റ്റീം വാഷ് എന്നാണ് അവർ പറയണത്. അപ്പോൾ ഓയിലിൻ്റെ സ്റ്റെയിനുകളൊക്കെ പോകും, നല്ല പുതിയ കാർ പോലെയാവും. ഉൾഭാഗം, വണ്ടിയുടെ അടിഭാഗം ഉണ്ടാവും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പുറം ഭാഗമൊക്കെ കഴുകും, വാക്വം ചെയ്ത് വൃത്തിയാക്കി തരും. അങ്ങനെ ഹൈഡ്രോളിക്കിൽ ഇങ്ങനെ പൊന്തിച്ച് നിർത്തിയിട്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്. ഇത് ആ വാഷിംഗ് ഏരിയയുടെ മുൻപിലുള്ള പ്രകൃതി രമണീയമായ ഷാർജയിലെ റോഡുകളാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് അവർ കുറച്ച് കസേരകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറച്ച് കസേരകളൊക്കെ. അതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് അവസാനം അവർ നമ്മുടെ വണ്ടി താഴത്തേക്ക് ഇറക്കി. നമ്മുടെ പരിപാടി കഴിഞ്ഞു, വാഷിംഗ് കഴിഞ്ഞു, വണ്ടി താഴത്തേക്ക് ഇറക്കി. ഇനി നമ്മൾ പോകും. ബൈ.